ഞാൻ ജനിച്ചൊരു 23 ദിവസം ആയപ്പോഴത്തേക്ക് ശരീരം മൊത്തം ഇങ്ങനെ പാമ്പിൻ്റെ പട ഉരിയുന്ന പോലെ ഒരു അസുഖം വന്നു. അപ്പോൾ അതിലിടയ്ക്ക് പൊട്ടി ചോര പോലെ വരികയും അപ്പം കുഞ്ഞിലെ ഒരു സ്മെല്ലുണ്ട് എനിക്ക് എപ്പോഴും, തലയിലും ഒക്കെ സ്മെല്ലുണ്ട്. അപ്പോൾ കുട്ടികളാരും അടുത്തിരിക്കത്തില്ല. എൻ്റെ കയ്യിലൊക്കെ മുട്ടി കഴിയുമ്പോൾ അവർ ഓടിപ്പോയിട്ട് കൈയൊക്കെ കഴുകും. അപ്പോൾ പേരൻസ് മീറ്റിങ്ങിൽ ചില പേരൻ്റ് വന്ന് പറഞ്ഞു, അങ്ങനെ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് കൊണ്ടും ഞാൻ ചെന്ന് തൊടുന്നതും കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം ഇത് പകരുന്ന ഒരു അസുഖമാണെന്നായിരുന്നു. അപ്പോൾ ഒരുപാട് ചികിത്സ, അച്ഛൻ സൗദിയിലായിരുന്നു, ഉണ്ടാക്കുന്ന പൈസ അത്രയും ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എവിടെ ഒരു ചികിത്സ ഉണ്ടെന്ന് കേട്ടാലും പോകുമായിരുന്നു. അച്ഛൻ എന്നെ കൊണ്ട് പോകും, അല്ലെ അമ്മ കൊണ്ടുപോകും, അങ്ങനെയായിരുന്നു. എന്നും അമ്മ ഇരുന്ന് രാത്രി കരയുന്ന എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ കയ്യിലൊക്കെ തൊട്ട്. അപ്പം ഞാനൊരു 14 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചു എനിക്കൊരു ചികിത്സ വേണ്ട, ഇത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും. ഞാൻ ചികിത്സിക്കുന്നതും വിട്ടു, മരുന്ന് കഴിക്കുന്നതും നിർത്തി. അങ്ങനെ ഒരു 4-5 വർഷം കഴിഞ്ഞ് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ബസ്സിൽ പോകുമായിരുന്നു. സാധാരണ ബസ്സിൽ പോകുമ്പോൾ ആൾക്കാർ എൻ്റെ അടുത്ത് ഇരിക്കാൻ മടിക്കുമ്പോൾ ഞാൻ സിംഗിൾ സീറ്റായിട്ട് ഇരിക്കുവാണെങ്കിൽ ഞാൻ എണ്ണീറ്റ് കൊടുക്കും, ഇരുന്നോട്ടെന്ന് കരുതി. കാരണം അവർക്ക് സ്മെല്ലൊന്നും പിടിക്കത്തില്ല, ചിലർക്ക് പേടിയാ, അല്ല ഇങ്ങനെ നോക്കും. അപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ എണ്ണിക്കാന്നൊരു ചേച്ചി പറഞ്ഞു, മോളവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് നിസ്സാരമായിട്ടൊരു കാര്യം പറഞ്ഞു, ശകല റോസ് വാട്ടറും ഗ്ലിസറിനോടൊന്ന് മിക്സ് ചെയ്ത് തേച്ച് നോക്കാൻ പറഞ്ഞു. എന്നിട്ടും ഞാൻ കുറേ ദിവസം തേച്ചില്ല. പിന്നെ തേച്ച് തുടങ്ങി ഒരൊറ്റ ആഴ്ച കൊണ്ട് ഇത് തുടച്ച് നീക്കുന്ന പോലെ ഇതങ്ങ് മാറി. അപ്പം എൻ്റെ അന്ന് തൊട്ടുള്ള ഒരു ലക്ഷ്യമാണ്, ഒരു വലിയ പ്ലാറ്റ്ഫോം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഈ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന്. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ വഴി പറഞ്ഞു, ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തു. അതിനെക്കാട്ടി സന്തോഷം ഞാൻ വിളിക്കുന്നവരോടെല്ലാം പറയും, മാറുമ്പോൾ എന്നെ വിളിച്ച്, മാറിയാലെന്ന് പറയത്തില്ല, മാറുമ്പോൾ എന്നെ വിളിച്ച് പറയണേന്ന് പറയും. അങ്ങനെ വിളിച്ച് പറഞ്ഞ് പൊടി കുഞ്ഞുങ്ങളൊക്കെ, കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്, ഈ ഡ്രൈനസ് കൊണ്ട് തുറക്കാൻ പറ്റാത്ത. ഇപ്പോൾ എങ്ങനെയായാലും 100% ഞാൻ പറയുന്ന ഒരു 100 പേര് കൂടുതൽ ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ കുഞ്ഞുങ്ങളുടെ അസുഖം മാറിയിട്ടുണ്ടെന്ന്, പല പ്രായത്തിലുള്ള ആൾക്കാർ. അപ്പം എൻ്റെ സമയത്ത് എനിക്ക് എന്നെ മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഇപ്പോൾ വിളിക്കുന്ന എല്ലാ പേരൻസും പറയുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ മാനസികമായിട്ട് തകർന്നു, പ്രത്യേകിച്ച് കല്യാണപ്രായമായ പെൺകുട്ടികൾ ഇത്തിരി വലുതാകുമ്പോൾ അവർക്ക് ടീനേജിലൊക്കെ കുറച്ച് ഒരുങ്ങി നടക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്ന സമയത്ത് ഇതിങ്ങനെ കാരണം എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ എനിക്കേ കൊച്ചിലെ ഫുൾ കൈ ഡ്രസ്സും ഒക്കെയാണ് വീട്ടിൽ തയ്പ്പിച്ചു തരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടെ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കുന്നവർ, അതായത് പണ്ട് തൊട്ടേ ആരാടാന്ന് ചോദിക്കുന്നവരോട് എന്താടാന്ന് ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ അച്ചാച്ചി വളർത്തിയത്. ഈ ആറ്റിൽ മീൻ പിടിച്ചും, അതായത് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറാണ്. പെൺകുട്ടികൾ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലേക്ക് നോക്കുന്നവരോട്, കൊച്ചിലെ ഒരു 14 വയസ്സിന് ശേഷം നോക്കുന്നവരുടെ അടുത്ത് ശരിക്കും കൊണ്ട് കാണിക്കും, ശരിക്കും അങ്ങ് നോക്കിക്കോളാൻ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതങ്ങ് മാറി. പക്ഷെ ഫാമിലിയിൽ ഒരുപാട് ഭക്ഷണത്തിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് പിന്നെ അച്ഛൻ തിരിച്ചു വന്നു, സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധ്യതയായി. നമുക്കന്നിവിടെ പാലമില്ല, 13 കിലോമീറ്റർ ചുറ്റി വേണം ഇവിടെ എത്തി സാധനങ്ങളൊക്കെ കൊണ്ട് വീടും ഒക്കെ വയ്ക്കാൻ. അപ്പോൾ അച്ഛൻ്റെ സമ്പാദ്യം മൊത്തം കൊടുത്ത് തിരിച്ചു വന്ന ഉടനെയാണ് ഈ ഫാം പണിഞ്ഞിട്ട്